എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്, സഞ്ജീവർ നമ്പീശമ്പടി. നമ്മൾ തൈലം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തൈലം എന്ന് പറയുന്നത് വാജീകരണാദി തൈലാണ് നമ്മൾ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന തൈലം. ഇതിലും ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ലിംഗം ചുങ്ങിപ്പോവുക, വണ്ണം കുറയുക, നീളം കുറയുക, ഉദ്ധരിച്ചതിന് ശേഷം ടെമ്പറായി നിൽക്കാതെ വരിക, ടൈമിങ് ഇല്ലാത്ത ഈ സമയക്കുറവ്, ദീർഘസമയം കിട്ടാനൊക്കെയാണ് നമുക്ക് തൈലത്തിന്റെ ഉപയോഗം. ഇത് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ പുരട്ടിയിടുന്നത് നാഭിക്ക് അവിടുന്ന് അങ്ങോട്ട് നമ്മളെ വൃഷ്ണസഞ്ചി മുതൽ എല്ലാ ഭാഗത്തും വേണം പുരട്ടിയിടാൻ. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മസാജ് ചെയ്യലോ ഇല്ലെങ്കിൽ നമ്മൾ നിന്നിട്ട് ചാടിക്കഴിഞ്ഞാൽ അതിലേക്ക് രക്തോട്ടം വന്നിട്ട് അത് റിക്കവറായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ലിംഗത്തിലെ ബ്ലോക്ക് മാറും. അതുപോലെ തന്നെ ഞരമ്പുകളിലേക്ക് രക്തപ്രവാഹം ഉണ്ടാവും, തളർച്ച മാറി അത് ഉദ്ധാരണ പവർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് 90 ദിവസത്തെ ഉപയോഗമൊക്കെയാണ് വേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 1 മാസത്തിന് ശേഷമാണ് നമുക്ക് ഫലം കണ്ടു തുടങ്ങുള്ളൂ. അത് നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു വയാഗ്ര ഗുളിക കഴിച്ച ഒരു എഫക്റ്റ് ഇതിന് കിട്ടില്ല. അപ്പോൾ ഈ ഉപയോഗ രീതി ഇതാണ്. അപ്പോൾ പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് തൈലം ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിളിക്കും. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലരും വിളിക്കും. പക്ഷെ നമുക്ക് പൂജാരി ആയതുകൊണ്ടും നമ്മൾ ആൾക്കാർ ചിലപ്പോൾ വൈദ്യശാലയിൽ വന്ന സമയത്തൊന്നും കോൾ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഉദ്ധരിച്ചതിന് ശേഷമുള്ള ഒരു കാര്യമാണ് തൈലം കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുക. പിന്നെ നമുക്ക് എന്താണ് ഉദ്ധാരണം ഉണ്ടാവണമെങ്കിൽ, ബീജം കൂടണമെങ്കിൽ ഇതിനൊക്കെ ധാതുപുഷ്ടി എന്ന് പറയുന്ന ഒരു ചൂർണ്ണമാണ് നമ്മൾ കഴിക്കുക. ഈ ധാതുപുഷ്ടി എന്ന് പറയുന്നത് മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളും പയറു വർഗ്ഗങ്ങളുമാണ്. അത് നായക്കൊർണപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കി കിഴങ്ങ്, അതുപോലെ തന്നെ അമുക്കൂരം, അങ്ങനെയൊക്കെയുള്ള ഇതിന്റെ കിഴങ്ങുകളാണ്. അശ്വഗന്ധം എന്ന് പറഞ്ഞ കിഴങ്ങാണ്. അതുപോലെ തന്നെയുള്ള കിഴങ്ങുകളുടെയൊക്കെ പൊടികളായതുകൊണ്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ, ഗ്യാസ് ഉള്ള ആളുകളാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. തിളച്ച വെള്ളത്തിൽ കലക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അത് ചൂടാറിയതിന് ശേഷം എടുത്ത് കഴിക്കുക. അത് പച്ച കഴിച്ചാലും കുഴപ്പമില്ല, തേനിൽ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് പാലിൽ കുടിക്കുന്നത് നല്ല എഫക്റ്റാണ്. അപ്പോൾ ഈ ഇതിന്റെ ഈ ഔഷധത്തിന് പവർ, നല്ല ഇരട്ടി പവർ കിട്ടും. അത് നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമുക്ക് തീരെ ഇല്ലാതായി പോയതിനെ റിക്കവറായി വരാൻ 90 ദിവസത്തോളം പിടിക്കും. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടതിനെ നാച്ചുറലായിട്ട് റിക്കവറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളാണ്, പോഷകങ്ങളാണ് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് സപ്ലിമെന്റിൽ നമുക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ആ പോഷക ഔഷധങ്ങളെ കൊണ്ട് നമ്മളെ ഈ തളർച്ച വന്നതൊക്കെ ശരിയായി വരാനുള്ള സമയം നമ്മൾ കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് വേണം ഇത്ര കാലം കഴിക്കണം എന്നുള്ള ഒരു ധാരണയോടുകൂടി മാത്രമേ ഇത് വാങ്ങാൻ പാടുള്ളൂ. ഇത് ഇന്ന് വാങ്ങി നാളെ തന്നെ ആവില്ല. ചില ആളുകൾക്ക് 3 മാസം കൊണ്ട് തന്നെ, 1 മാസം കൊണ്ട് തന്നെ മാറും. ചില ആൾക്കാർക്ക് 3 മാസം വേണ്ടി വരും. ചിലവർക്കത് 1-2 മാസം കൂടിയേക്കാം. അത് ഓരോരുത്തരുടെയും ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. ഈ തൈലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 95% നമുക്ക് വിജയങ്ങളാണ് ഈ പൊടിയൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും എല്ലതും ഫലിച്ചോളണം എന്നില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ കഴിച്ചതിന് ശേഷം തന്നെയാണ് നിങ്ങൾക്കത് പറയാൻ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് ഗുണമുണ്ടായി എന്ന് കരുതിയിട്ട് നമ്മൾ കഴിച്ചിട്ടും കാര്യമില്ല. മറ്റൊരാൾക്ക് ഗുണം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് പരട്ടാതിരുന്നിട്ടും കാര്യമില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ശാരീരികഘടന, അതിന്റെ പ്രശ്നങ്ങൾ, ബ്ലോക്കാണോ എന്താണോ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഫലം കിട്ടുക. അത് വൈകി പോയേക്കാം, ചിലപ്പോൾ വേഗം തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ വഴി കിട്ടും. അതിന് കാർത്തിക ആയുർവേദിക്സ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തൈലത്തിന്റെ ചിത്രം ഇതും പൊടിയുടെ ചിത്രം ഇതുമായിട്ടാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് വരുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന ഈ നമ്പറിൽ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരിക. ഈ നമ്പറിൽ തന്നെ പൈസ ഗൂഗിൾ പേ ചെയ്യുക. ഈ പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും അയച്ചു തന്നാൽ മാത്രമാണ് നമ്മൾ നേരിട്ട് അയക്കുള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നമുക്ക് ആമസോൺ വഴിയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, പലരും വിളിച്ചിട്ട് നമുക്ക് കോൾ എടുക്കാൻ പറ്റാത്ത കാരണം കോൾ എടുക്കാത്ത എന്താ എന്നുള്ളത് നിങ്ങൾ പറയും, ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ രൂപത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പോസ്റ്റ് വഴി അയച്ചു കഴിഞ്ഞാൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. കൊറിയർ വേണമെങ്കിൽ കൊറിയർ അയച്ചു തരാം, പോസ്റ്റ് ഓഫീസ് വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം. അത് നമുക്ക് എല്ലാ സ്വകാര്യതയും, നമുക്കിത് ആരും അറിയാത്ത തരത്തിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് നല്ലൊരു പാക്കിംഗ് ബോക്സ് ആണ്. ഈ പേര് സ്റ്റിക്കറൊന്നും ഒട്ടിക്കാതെ നിങ്ങൾക്ക് അത് വേണ്ടി ആരും എന്താണെന്ന്
മനസ്സിലാവാത്ത തരത്തിൽ നിങ്ങളുടെ കയ്യിൽ എത്തും എന്നുള്ളതാണ് മറ്റൊരു കാര്യം, ഇതിന്റെ സ്വകാര്യത. കാരണം നമ്മുടെ ഈ പ്രശ്നം എന്നുള്ളത് നമ്മുടെ ധാരണ നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്, പക്ഷെ ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അറിയാതെ നമുക്കിത് മരുന്ന് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് ആരും അറിയാത്ത തരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഫോൺ എടുത്തില്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾ ഒരിക്കലും കരുതരുത്. കാരണം വാട്സപ്പ് മുഖേന നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാട്സപ്പിലൂടെ നിങ്ങൾ അറിയിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അറിയാം. ഈ പൈസ ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും അഡ്രസ്സും നമ്മളെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുതന്നെയായാലും മരുന്ന് അവിടെ കിട്ടിയിരിക്കും എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തിന്റെയും എന്റെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അത് എന്തായാലും നിറവേറ്റിയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഓർഡർ ആമസോണിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന നിങ്ങൾക്ക് ഓർഡർ തരാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.